പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമുക്ക് തിരുവചനം ധ്യാനിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-29 തിരുവചനം. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കാത്തതിനാൽ നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. യേശുവും ഫരിസേയനും തമ്മിൽ ചർച്ചവശമാണ് യേശുവിടെ വ്യക്തമാക്കുന്നത്. പുനരുത്ഥാന ചർച്ചവശമാണ് യേശുവിടെ വ്യക്തമാക്കുന്നത്. ഈ വാദം കൊണ്ട് വ്യക്തമാകുന്നത് ഇന്ന് മനുഷ്യരുടെ പല തെറ്റ അനുമാനങ്ങളുടെ പരിഹാരം തിരുവചനവും ക്രിസ്തുവുള്ള വിശ്വാസമെന്ന് വ്യക്തമാകുന്നു. 1 കൊരിന്ത്യർ 1:24 പറയുന്നു, വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. വിളിക്കപ്പെട്ടവരെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തോട് അറ്റാച്ച്മെന്റ് നിൽക്കുന്നത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് വിളിക്കപ്പെട്ടവൻ പറയുന്നത്. വീണ്ടും 1 കൊരിന്ത്യർ 1:30 പറയുന്നു, ദൈവം ക്രിസ്തുവിനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിസരണമാക്കിയിരിക്കുന്നു. ആയതിനാൽ ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കാൻ സാധിച്ചാൽ നമുക്ക് നീതി വിശുദ്ധീകരണവും രക്ഷയും സാധ്യമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക നമ്മുടെ ഏതവസ്ഥയിലും. ഞാൻ എൻ്റെ വീഡിയോ ഇന്ന് എൻ്റെ വാട്സപ്പിൽ, എറണാകുളത്തെ വാട്സപ്പിലാണ് വീഡിയോ ചെയ്യുന്നത്. ഞാനീ പറയാൻ എൻ്റെ ഒരു അനുഭവസാക്ഷ്യം പറയുകയാണ്. യാക്കോബ് 4:8 ദൈവത്തോട് ചേർന്ന് നിൽക്കും, ദൈവത്തോട് ചേർന്ന് നിൽക്കും, അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും. ഞാൻ ആലപ്പുഴ കുട്ടനാട്ടിൽ പിടിക്കുന്ന എൻ്റെ വീട്. കുട്ടനാട്ടിലെ 18 വെള്ളപ്പൊക്കം, 19 വെള്ളപ്പൊക്കം, 20 വെള്ളപ്പൊക്കം. കുട്ടനാട് നശിച്ചു. എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ടാറ്റാൻ്റെ കാർ കൊണ്ട് മുങ്ങി നശിച്ചു പോയി. പക്ഷേ റിപ്പയർ ചെയ്തിട്ട് ശരിയായില്ല. ഈന്തപ്പഴ കച്ചവടം, മോഡിക്കൽ മാർക്കറ്റിങ്ങിന് ബെഡ്ഷീറ്റ് കച്ചവടം എല്ലാം തുറന്നുപോയി. കൊറോണ എനിക്ക് വന്നില്ല, പക്ഷേ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിപ്പോയി. ബാങ്ക് ബാലൻസ് കിടന്നത് 3 വർഷം കിടന്നത് തീർന്നത് 6000 രൂപയായി. ഞാൻ എന്ത് ചെയ്യും? ഞാൻ തളർന്നില്ല. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. എനിക്ക് ഒത്തിരി ദൈവവേദനകൾ അറിയാം. പിന്നെ ഒത്തിരി ഡിവോഷൻ സ്വരങ്ങൾ പാട്ടുകളൊക്കെ അറിയാം. ഞാൻ പാടി സന്തോഷിക്കും. അപ്പോഴത്തേക്കാണ് എറണാകുളത്തേക്ക് എന്നെ വിളിക്കുന്നത്. തോമസ് ചേട്ടനെ എവിടെ ഉണ്ട്? അപ്പോഴാണ് ഞാൻ ഈ ജോലി സ്ഥലത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഒരേക്കർ കൃഷിയുണ്ട് എനിക്ക്. ഒരേക്കർ കൃഷി എനിക്ക് ചെയ്യാൻ പറ്റുന്ന അവസരമാണ്. എൻ്റെ കാര്യത്തിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ ഇത് ഫലവത്താക്കണം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കരക്കുള്ളിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല. നമ്മൾ ഏത് അവസ്ഥയുണ്ട്, കടബാധ്യമാകട്ടെ, രോഗാവസ്ഥയാകട്ടെ, ഏതവസ്ഥയിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എൻ്റെ യേശു അരികിലുണ്ട്. എൻ്റെ തളരാതെ കരം തന്നു നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമ കൃപയാലത്തെ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമ കൃപയാലത്തെ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എൻ്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്നു നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. ഇതൊക്കെ ഞാൻ സന്തോഷിക്കുകയാണ്. ഇതൊക്കെ വളഞ്ഞു വരുമ്പോഴത്തേക്ക് 30 വരും. അപ്പോൾ ദൈവത്തിൻ്റെ ഇൻറ്റിമസിയാണ്, ദൈവത്തിൻ്റെ കരുണ. നീതിമാനായ യോബിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. എല്ലാം തകർന്ന് നശിച്ചു പോയി. പക്ഷേ ദൈവം ഇരട്ടിയാക്കി കൊടുത്തു. എനിക്കിപ്പോൾ 4 വർഷം കൊണ്ട് ഇപ്പം 4 വർഷമായി ജോലിക്ക് വന്നിട്ട് കൃഷിയിലുള്ള വരുമാനം, ശമ്പളം എല്ലാം കൂടി ഇരിക്കുമ്പം നഷ്ടപ്പെട്ടിട്ട് ഇരട്ടി ദൈവം തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ടേ? ദൈവത്തോടുള്ള ആശ്രയം, ദൈവത്തിൽ ശരണപ്പെടുക. ഓക്കെ, ഇല്ലാണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും പൈനങ്ങളായി വരാം. എല്ലാവർക്കും അതുപറ്റി നമസ്കാരം.